ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ മണിപ്പൂർ ജനതയ്ക്കൊപ്പമാണെന്നും വികസനത്തിന് സമാധാനത്തിന്റെ പാത അവലംബിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള അടിയന്തര ചികിത്സകൾക്ക് ടോൾ ഫ്രീ നമ്പർ സജ്ജമായതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ചൈനയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ഹോക്കി അവസാന സൂപ്പർ ഫോറിൽ ഇന്ത്യ ജപ്പാൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വളർച്ചാ കേന്ദ്രമായി വടക്ക് കിഴക്കൻ മേഖല മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഐസ്വാളിൽ 9,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻ തലമുറ GST പരിഷ്കരണത്തിലൂടെ നിത്യോപയോഗ വസ്തുക്കളുടെ നികുതി നിരക്ക് കുറച്ചത് സാധാരണക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുമെന്ന് ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. അതേസമയം മണിപ്പൂരിലെ 8,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ മണിപ്പൂർ ജനതയ്ക്കൊപ്പമാണെന്നും വികസനത്തിന് സമാധാനത്തിന്റെ പാത അവലംബിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗത്തെ ഉടൻ തന്നെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകുന്നതാണ് ബില്ല്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. ഏക കിടപ്പാടം സംരക്ഷണം ബിൽ, മുനിസിപ്പാലിറ്റി ആക്ട് ഭേദഗതി ബിൽ, പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ബിൽ തുടങ്ങിയവയുടെ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്തുന്ന ബില്ലിന് അംഗീകാരം ലഭിച്ചത് സംസ്ഥാനത്ത് ചന്ദനകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകരമാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിക്കാൻ ബില്ലിൽ അനുവാദം നൽകുന്നില്ല. വനമേഖലയുമായി ബന്ധപ്പെട്ട ചില കുറ്റകൃത്യങ്ങൾ കോടതിയുടെ അനുമതിയോടെ ഒത്തുതീർപ്പാക്കുന്നതിനും ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്നും വനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയുടെ സംസ്ഥാന വിഹിതവും ചേർത്ത് ആകെ 87.45 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയിലേക്ക് 34.98 കോടി രൂപയാണ് സംസ്ഥാനം നീക്കിവച്ചത്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് PM മാതൃവന്ദന യോജന. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ഒക്ടോബർ 1 മുതൽ പുതിയ മാറ്റം നിലവിൽ വരും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. ലേണേഴ്സ് ടെസ്റ്റിൽ ഇനി മുതൽ 30 ചോദ്യങ്ങളുണ്ടാകും. 18 ഉത്തരങ്ങൾ ശരിയായാൽ മാത്രമേ ടെസ്റ്റിൽ വിജയിക്കൂ. 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം നൽകിയാൽ മതി. പരീക്ഷയ്ക്ക് മുൻപ് MVD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിൽ മോക്ക് ടെസ്റ്റ് നടക്കും. മോക്ക് ടെസ്റ്റിൽ സൗജന്യമായി പങ്കെടുക്കാം. അതിൽ പാസ്സാകുന്നവർക്ക് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലകർക്കും മോക്ക് ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പരിശീലകർക്കുള്ള ലൈസൻസ് പുതുക്കി നൽകില്ല. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഇതിനോടകം തന്നെ ചില തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഈ മാസം 20-ന് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും 1962 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ഇടുക്കിയിലെ പെരുവന്താനം മൃഗാശുപത്രിക്കായി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതിനു പുറമെ മൃഗചികിത്സാ വിവരങ്ങളും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കുന്ന സമൃദ്ധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറായിട്ടുണ്ടെന്നും ശ്രീമതി ചിഞ്ചുറാണി പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അടുത്ത മാസം 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. കേരളത്തിൽ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവിന് കൊച്ചിയിൽ സമാപനം. മന്ത്രി MP രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറത്തിലെ മേയർമാരുടെ സമ്മേളനം
നഗരവികസനത്തിലെ വൈജ്ഞാനിക കൈമാറ്റത്തിന്റെ വേദിയായി. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മേയർമാർ നഗരവികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. കോഴിക്കോട് അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. മലപ്പുറം അരീക്കോട് സ്വദേശി 10 വയസ്സുള്ള കുട്ടിക്കാണ് പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ആകെ 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്നത്തെ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാവുന്നതാണ്. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്രം കേരളം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടി. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ആർദ്രം മിഷന്റെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗീകാരമായാണ് പുരസ്കാരം നൽകി വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, സ്വാന്തന പരിചരണ പരിപാടികൾ, കായകൽപ്പ, മറ്റാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു വരുന്നത്. കയ്യൂർ ചെമ്മേനി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വിവിധ ആരോഗ്യ പരിരക്ഷാ പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിനായി പരിഗണിച്ചത്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം GSTയിൽ നിന്ന് ഒഴിവാക്കിയത് ആരോഗ്യ മേഖലയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യ ചെലവുകളെ ദൈനംദിന ചെലവുകളിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് സഹായകമാകും. സാധാരണക്കാരുടെ ജീവിതത്തിലെ ചെലവ് ചുരുക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നിരക്കുകളിൽ കുറവ് വരുത്തിയതായും സർക്കാർ അറിയിച്ചു. പുതിയ നിരക്കുകൾ ഈ മാസം 22 നിലവിൽ വരും. ചൈനയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ഹോക്കി അവസാന സൂപ്പർ ഫോറിൽ ഇന്ത്യ ജപ്പാൻ മത്സരം 1-1 സമനിലയിൽ. ചൈനയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ മികച്ച വിജയം നേടിയാൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അല്ലാത്തപക്ഷം നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ചൈനയുമായി ഏറ്റുമുട്ടും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബിയിൽ ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി വള്ളസദ്യ നാളെ നടക്കും. ചേനപ്പാടി പാളത്തേരുമായി കോട്ടയം ജില്ലയിലെ ചേനപ്പടി കരക്കാരും ആറന്മുളയിലെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 1 ലക്ഷത്തോളം പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വള്ളസദ്യകളിൽ വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും കൂടാതെ അമ്പലപ്പുഴ പാൽപ്പായസവും കരക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി പാളത്തൈരും അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രധാനമാണ്. നാളെ രാവിലെ 10:30 ഭദ്രദീപം കൊളുത്തി ദേവസ്വം മന്ത്രി VN വാസവൻ വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 501 പറ അരിയുടെ ചോറാണ് തയ്യാറാക്കുക. ക്ഷേത്രത്തിന്റെ വടക്കും പടിഞ്ഞാറും ഭാഗത്ത് പള്ളിയോടങ്ങൾക്കും തെക്കു ഭാഗത്ത് ഭക്തജനങ്ങൾക്കുമാണ് സദ്യ വിളമ്പുന്നത്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട 4 പേരെ കാണാതായി. ഷംസുദ്ദീൻ, CP അനീസ് റഹ്മാൻ, അലി ഖാൻ, CK റഹ്മത്തുള്ള എന്നിവരെയാണ് കാണാതായത്. 4 ദിവസമായി ഇവർ തിരിച്ചെത്തിയിട്ടില്ല. ഇവരുമായുള്ള ഫോൺ ബന്ധവും നഷ്ടപ്പെട്ടു. ലക്ഷദ്വീപ് പോലീസ്, നാവികസേന, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ് വകുപ്പ് എന്നിവ സംയുക്തമായി തിരച്ചിൽ തുടരുകയാണ്. ഡെറാഡൂണിലെ ഇന്ത്യൻ സൈനിക അക്കാദമിയിലെ പരിശീലനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി ഓഫീസർ കേഡറ്റ് S. ബാലുവിന്റെ സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ നടന്നു. രാവിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ മണിപ്പൂർ ജനതയ്ക്കൊപ്പമാണെന്നും വികസനത്തിന് സമാധാനത്തിന്റെ പാത അവലംബിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള അടിയന്തര ചികിത്സകൾക്ക് ടോൾ ഫ്രീ നമ്പർ സജ്ജമായതായി മന്ത്രി ജെ ചിഞ്ചുറാണി.
ചൈനയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വനിതാ ഹോക്കി അവസാന സൂപ്പർ ഫോറിൽ ഇന്ത്യ ജപ്പാൻ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.